ഗുഡ് മോർണിംഗ്, സുപ്രഭാതം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ. ഞാൻ കൃഷി വീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ നടത്തുന്ന ഓരോ ദിവസത്തെ കളിയുടെ അവലോകനമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഓരോ ദിവസം കളി കാണുന്നുണ്ടല്ലോ, ഒരു ദിവസം ഒരേ ടൈമിൽ ഈ രണ്ട് കളി വെച്ചിട്ടുണ്ട്. അത് കാരണം കാണാനായിട്ട് കുറച്ച് പാടാണ്. അത് ഇന്നലെ മുതൽ നിങ്ങൾ കണ്ടു കാണും. മൊറോക്കോൻ്റെയും ബ്രസീലിൻ്റെയൊക്കെ കളികളൊക്കെ ഒരേപോലെ ആയിരുന്നു, ഒരേ സമയത്തായിരുന്നു. അത് കാരണം എല്ലാ കളിയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ച് പാടാണ്. ഇന്നലെ ഗ്രൂപ്പ് ബിയിൽ ആദ്യത്തെ കളി എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡും കാനഡയും തമ്മിലായിരുന്നു. സ്വിറ്റ്സർലാൻഡ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ 2-1 കാനഡനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബിയിലും ബോസ്നിയയും ഖത്തറും തമ്മിലുള്ള കളിയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ 3-1 ബോസ്നിയ ജയിച്ചു. അത് കഴിഞ്ഞ് രാത്രി ഉണ്ടായിരുന്ന കളി മൊറോക്കോയും ഹെയ്റ്റിയും സ്കോട്ട്ലാൻഡും ബ്രസീലും. അപ്പോൾ ഞാൻ ബ്രസീലിൻ്റെ കളി കാണണം. പറ്റുമെന്നുണ്ടെങ്കിൽ മൊറോക്കോ ജയിക്കുമെന്ന് ഉറപ്പായിട്ട് അറിയാം. ഹെയ്റ്റിനെ അവർ തോൽപ്പിക്കും. എന്നാലും ഇടയ്ക്ക് ഞാൻ സ്കോർ കാണാനായിട്ട് മാറ്റി നോക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്രസീൽ 3-0 സ്കോട്ട്ലാൻഡിനെ തോൽപ്പിച്ചു. മൊറോക്കോ ഹൈത്തി ഇടയ്ക്കാണ് ഞാൻ കളി ഉണ്ടെങ്കിലും ഭയങ്കര ടഫായിരുന്നു. 2-2 വരെ 2-2 മൊറോക്കോനെ വിറപ്പിച്ച് നിർത്തിയേക്കണായിരുന്നു ഹൈത്തി. അവസാന നിമിഷമാണ് 2 ഗോളും കൂടി കുടിച്ച് 4-2 മൊറോക്കോ ജയിച്ചത്. ഇന്ന് രാവിലെ സൗത്ത് ആഫ്രിക്ക സൗത്ത് കൊറിയനെ തോൽപ്പിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ സൗത്ത് കൊറിയ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിന് ഉണ്ടായിരുന്ന അവസാന ചാൻസ് ആയിരുന്നു നോക്കൗട്ടിലോട്ട് പോകാനായിട്ട്. മെക്സിക്കോനെ തോൽപ്പിക്കാതെ പറ്റത്തില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് നോക്കൗട്ടിൽ കളിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ചെക്ക് റിപ്പബ്ലിക്. ചെസ്നിയ എന്നാണ് ഇപ്പോൾ പറയണത്. ചെക്ക് റിപ്പബ്ലിക്കാണ്. അതിൽ വളരെ ജനീയമായിട്ട് മെക്സിക്കോ ആയിട്ട് തോറ്റു. അതായത് മെക്സിക്കോ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്നതിന്. അപ്പോൾ ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ബ്രസീൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനം മൊറോക്കോ, 3-ാം സ്ഥാനമായിട്ട് സ്കോട്ട്ലൻഡ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡയുടെ ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് 1-ാം സ്ഥാനം പ്രതീക്ഷിച്ച പോലെ തന്നെ. 2-ാം സ്ഥാനം കാനഡ. ബോസ്നിയക്ക് 3-ാം സ്ഥാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ 1-ാം സ്ഥാനവും സൗത്ത് ആഫ്രിക്ക 2-ാം സ്ഥാനവും 3-ാം സ്ഥാനമായിട്ട് സൗത്ത് കൊറിയയ്ക്കും ചാൻസ് ഉണ്ട് ക്വാളിഫൈ ചെയ്യാൻ. ഇതാണ് കഥ. പക്ഷേ ഇത് പറയാനല്ല ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്ന് വീഡിയോ ഇടാനുള്ള കാരണം, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടാവില്ല. ഈ കളികളൊക്കെ ഇത്ര നാൾ കാണിച്ച പോലെ പല സമയത്തായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ കളിയും നമുക്ക് കാണാം. ഇപ്പോൾ ഒരേ കളി തന്നെ ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിലായിട്ട് കിടന്ന് നടക്കുന്നുണ്ട്. കാരണം ഒരാൾക്ക് ഒരു കളിയെ കാണാൻ പറ്റൂ. അതും ഒരേ ഗ്രൂപ്പിലുള്ള കളികളാണ്. ഇപ്പോൾ ബ്രസീലും സ്കോട്ട്ലൻഡും കളിക്കണതും മൊറോക്കോയും ഹൈറ്റിയും കളിക്കണം ഗ്രൂപ്പ് സിയിലെ കളികളാണ്. അത് രണ്ടും ഒരേ സമയത്ത് 2 സ്ഥലങ്ങളിലായിട്ടാണ് കളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം പറയാനാണ് ഞാൻ ഈ വീഡിയോ വരുന്നത്. 1982 ഞാനൊക്കെ ആ സമയത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് 8-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആ വേൾഡ് കപ്പ് നടക്കുന്നത്. 1982 വേൾഡ് കപ്പ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇറ്റലി, പൗളോ റോസിയുടെ ഇറ്റലി കപ്പ് നേടിയ കളിയാണ്. 82-ലെ ഏറ്റവും ഫേവറേറ്റ് ടീം സീക്കോൻ്റെയും സോക്രട്ടീസിൻ്റെയും ബ്രസീലായിരുന്നു. അവരൊക്കെ ക്വാർട്ടർ ഫൈനലിൽ ഔട്ടായി. പിന്നെ അതുപോലെ തന്നെ മിഷേൽ പ്ലാറ്റിനിയുടെ ഫ്രാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈവൻ അർജൻറ്റീനയുടെ മറഡോണ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് 82-ലാണ്. വെസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്നു. പല കൺട്രികളും ഉണ്ടായിരുന്നു. പക്ഷേ ടൂർണമെൻറ്റ് ഫേവറേറ്റ് 82 വേൾഡ് കപ്പിൽ സീക്കോൻ്റെ ബ്രസീലായിരുന്നു. അല്ല, സോക്രട്ടീസ് ആയിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ആ കളിയാണ് ആദ്യമായിട്ട് ഞാൻ ടി വിയിലൊക്കെ കാണാൻ തുടങ്ങിയത്. ടി വി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ടി വി ആ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ വടുതലയിൽ ഡോൺ ബോസ്കോ യൂത്ത് സെൻ്റർ ഉണ്ട്.
എറണാകുളം ടൗൺ ഹാളുണ്ട്, അവിടെയൊക്കെ ആ കളികളൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കളികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, വീടുകളിലൊന്നും ആയിട്ടില്ല. അപ്പം അന്ന് നടന്ന കളിയിൽ ഒരു കള്ളത്തരം നടന്നു. കള്ളത്തരം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു ചീറ്റിങ് നടന്നു. അൾജീരിയ ആദ്യമായിട്ട് വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയി. അപ്പോൾ അൾജീരിയയുടെ പണ്ട് 32 ടീമുകളിൽ ഒരു ഗ്രൂപ്പിൽ 4 പേര്, ജർമ്മനി, അൾജീരിയ, പിന്നെ ഓസ്ട്രിയ ആൻഡ് ചില്ലി, 4 ടീമുകളായിരുന്നു. അപ്പോൾ അൾജീരിയ അടിപൊളിയായിട്ട് കളി തുടങ്ങി. ആദ്യത്തെ കളി തന്നെ അവർ ടൂർണമെൻറ്റ് ഫേവറേറ്റായ ആ വർഷത്തെ യൂറോപ്യൻ ചാമ്പ്യന്മാരെ വെസ്റ്റ് ജർമ്മനി 2-1 തോൽപ്പിച്ചു. രണ്ടാമത്തെ കളിയിൽ അവർ ഓസ്ട്രിയ ആയിട്ട് തോറ്റുപോയി 2-0. പക്ഷേ അടുത്ത കളിയിൽ അവർ ചില്ലിനെ 3-2 തോൽപ്പിച്ചു. പണ്ട് പല പല ടൈമിലായിരുന്നു കളിക്കണത്. അതായത് ചില്ലിയുടെ കളി കഴിഞ്ഞിട്ടാണ്, ചില്ലിനെ തോൽപ്പിച്ചതിന് ശേഷം ഇവർ അൾജീരിയക്ക് ചാൻസ് ആയിട്ട് ഇരിക്കണേ. അപ്പം മിക്കവാറും ആ സ്ഥിതി അനുസരിച്ചിട്ട് ഓസ്ട്രിയയും അൾജീരിയയും കൂടി മുന്നോട്ട് പോകും. ചില്ലി എല്ലാ കളിയും തോറ്റ കാരണം സാധ്യതയില്ല. അപ്പോൾ അവരുടെ കളി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് വെസ്റ്റ് ജർമ്മനി ആസ്ട്രിയയും കൂടി കളിക്കണത്. ആസ്ട്രിയയും വെസ്റ്റ് ജർമ്മനിയും കളിക്കണതിന് മുമ്പ് തന്നെ അവർക്കറിയാം വെസ്റ്റ് ജർമ്മനി ഒരു ഗോൾ അടിച്ചിട്ട് ആസ്ട്രിയനെ തോൽപ്പിക്കണമെങ്കിൽ ഇവർ രണ്ടുപേർക്കും മുന്നോട്ട് പോകാം, അൾജീരിയ തോക്കുമെന്ന്. അങ്ങനെ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് 2 യൂറോപ്യൻ കൺട്രീസാണ്, രണ്ടുപേരും കളി തുടങ്ങി. 10ാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഒരു ഗോളടിച്ച് 1-0 ലീഡ് ചെയ്യും. ബാക്കി 80 മിനിറ്റ് അവർ പന്ത് അങ്ങാടും ഇങ്ങാടും തട്ടിക്കളിച്ച്, അത് കളി കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് ദേഷ്യം വന്നിട്ട്, അത് അറിയാമല്ലോ, 1-0 10 മിനിറ്റ് കഴിഞ്ഞിട്ടിട്ട് പിന്നെ വെറുതെ തട്ടിക്കളിക്കണേ ബാക്കി 80 മിനിറ്റ്. അങ്ങനെ അവർ തമ്മിൽ ഒത്തു കളിച്ച് ജർമ്മനിനെ 1-0 ജയിപ്പിച്ച് ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ കൺട്രി ക്വാർട്ടർ ഫൈനൽ അല്ലെ നോക്കൗട്ട് സ്റ്റേജിലോട്ട് വരണത് തടഞ്ഞു. അങ്ങനെയുള്ള ഒത്തുകളിക്ക് ശേഷം അൾജീരിയ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത്, പലയിടത്തു നിന്നും കംപ്ലൈൻ്റ് ഒക്കെ വന്ന് അങ്ങനെയാണ് 82-ന് ശേഷമാണ് ഫിഫ ഒരു പുതിയ നിയമം കൊണ്ടത്. അതായത് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ കളികളിൽ ഒരേ ഗ്രൂപ്പിലുള്ള കളികൾ ഒരേ സമയത്ത് നടത്തണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഗതി കെട്ടിട്ട് ഈ പറയണ അവസാനത്തെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഒരേ ഗ്രൂപ്പിലുള്ളത് ഒരേ സമയത്ത് കളിക്കണത്, ഒത്തുകളി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു കളി കാഴ്ചവെച്ചാണ് 4 പ്രാവശ്യം വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ വെസ്റ്റ് ജർമ്മനി. ആസ്ട്രിയക്ക് അതുകൊണ്ട് എന്ത് കിട്ടിയെന്ന് അറിയില്ല. പക്ഷേ ആസ്ട്രിയയും ജർമ്മനിയും യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അൾജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യണതാണ്. അപ്പോൾ അതുപോലെയുള്ള ഉടായ്പകളൊക്കെ നടന്നിട്ടുള്ള ഒരു കാലമാണ്. 78-ൽ അർജൻറ്റീന വേൾഡ് കപ്പ് നേടുമ്പോൾ അവരൊരു കാരണവശാലും ഒരു ആംഗിളിലും ഫേവറേറ്റ് അല്ല. 74-ലും 78-ലും ടോപ്പ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട്. അതും ടോട്ടൽ ഫുട്ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജോഹാൻ ക്രൈഫിൻ്റെ ടീമാണ്. ഫൈനലിൽ നെതർലാൻഡും അർജൻറ്റീനയും തമ്മിലുള്ള കളിയുടെ ഇടയിൽ ജോഹാൻ ക്രൈഫിൻ്റെ ഫാമിലിനെ കൃത്യമായിട്ട് എനിക്കറിയില്ല, ഫാമിലിനെ ഹൈജാക്ക് ചെയ്തെന്നോ ജോഹാൻ ക്രൈഫിനെ റൂമിൽ അടച്ചിട്ടെന്നോ, എന്തായാലും ജോഹാൻ ക്രൈഫിന് ഫൈനലിൽ കളിക്കാൻ പറ്റില്ല. ഈ പറയണ അർജൻറ്റീന അങ്ങനെ ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടി, ഫസ്റ്റ് വേൾഡ് കപ്പ്. അങ്ങനെ പല കഥകളും ഉപകഥകളും കള്ളത്തരങ്ങളും. പിന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട് പെനാൾട്ടി ഷൂട്ടൗട്ട് വിധിക്കണതും റെഡ് കാർഡ് കാണിക്കണതും പലതും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യണത് യൂറോപ്യൻ കൺട്രീസിനെയാണ്. അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഏത് റെഫറിയും ചെയ്യുന്നത്.
പിന്നെ ഹോസ്റ്റ് നേഷൻസിനെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പാവം പിടിച്ച ഏറ്റവും കൂടുതൽ ഇതിന് പണി കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസും ഒക്കെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അർജൻറ്റീനക്ക് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല. മെസ്സി ഫിഫയുടെ ഒരു സിമ്പലായത് കാരണം അദ്ദേഹത്തിനും കുറേ ഫേവറസൊക്കെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ മുതൽ നമ്മൾ കാണുന്നതാണ്. ഇതുപോലെയുള്ള തൊഴുത്തിൽ കുത്തും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാനായിട്ടാണ് ഇനി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ മനോഹരമായ ആ ഒരു ഗെയിം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ 82-ലെ കള്ളത്തരം കൊണ്ടാണ്, ഒത്തുകളി കൊണ്ടാണ് നമ്മൾ 82-ന് ശേഷമുള്ള എല്ലാ വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജിലുള്ള അവസാന കളികൾ ഒരേ ഗ്രൂപ്പിലുള്ള ഒരേ സമയത്ത് നടത്തുന്നത്. ഇതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.